കാരുണ്യവാനായ ഈശോയെ, എനിക്കും ബെത്ലഹേമിലേക്ക് വരണം. നീ അവിടെ ആ പുൽത്തൊഴുത്തിൽ യൗസേപ്പും മറിയവും മാലാഖമാരും ആട്ടിടയന്മാരും ഒക്കെ ആയിട്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. പുൽക്കൂട്ടിൽ ഉറങ്ങുന്ന യേശു എൻ്റെ ജീവൻ്റെ അപ്പമാണെന്ന് എനിക്ക് തിരിച്ചറിയണം, എനിക്ക് അനുഭവിക്കണം. അതിനായിട്ട് ദൂരെ നിന്നും, ഒരുപാട് ദൂരെ നിന്നും എൻ്റെ ജീവിതത്തിൻ്റെ മരുഭൂമികളിലൂടെ ഞാൻ യാത്ര ചെയ്ത് ഈ ക്രിസ്തുമസിലേക്ക്, നിൻ്റെ തൊഴുത്തിലേക്ക് എനിക്കും യാത്ര ചെയ്ത് വരാനുള്ള കൃപാവരം എനിക്ക് നൽകണമേ. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.
തഴുകിയുറങ്ങും ബത്ലഹേമിൻ വഴികളിലൂടെ മഞ്ഞിൻ തുള്ളികൾ തഴുകിയുറങ്ങും ബത്ലഹേമിൻ വഴികളിലൂടെ ഒരു പുൽക്കൂടിൽ തേടി ദേവസുതനെ തേടി ഇടയന്മാരുമണഞ്ഞല്ലോ. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. അവർ കാലിത്തൊഴുത്തു കണ്ടു, അവർ സ്വർഗീയ ഗാനം കേട്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. മരിയാസുതനായി പുൽക്കൂട്ടിൽ മരുവും മിശിഹാനാഥനെ കണ്ടു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി മൂന്നു രാജാക്കന്മാരെത്തി. ലോകത്തെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്രിസ്മസ് ഗാനം, 300ഓളം ഭാഷകളിൽ മൊഴിമാറ്റം നടത്തപ്പെട്ട ഗാനം, പിറവിയെടുത്തത് ജർമ്മനിയിലാണ്. പക്ഷെ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യർക്കും സുപരിചിതമായിട്ടുള്ള ഗാനം. എല്ലാ ക്രിസ്മസ് കാലത്തും ഒരു തണുത്ത കാറ്റിനൊപ്പം എല്ലാവരുടെയും ചെവിയിലേക്ക് ഈ ഗാനം ഒഴുകി വരാറുണ്ട്. അതിങ്ങനെ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ കാലിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു തണുപ്പ് കോരി വരുന്നൊരു ഫീലാണ് എനിക്കെപ്പോഴും തോന്നാറ്. Silent night, holy night, all is calm, all is bright, round your virgin mother and child, holy infant, so tender and mild, sleep in heavenly peace, sleep in heavenly peace. ഒരു പുരാതനമായിട്ടുള്ള നാടോടി ഗാനത്തിന്റെ കെട്ടും മട്ടും ഉയർച്ചയും താഴ്ചയൊക്കെ ഉള്ള ഒരു പാട്ടാണിത്. അതിപുരാതനമെന്ന് കേൾക്കുമ്പോൾ തോന്നുമായിരിക്കും ഇതിന്റെ ഈ പ്രശസ്തി കാണുമ്പോൾ. പക്ഷെ ഈ ഗാനത്തിന് വെറും 200 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ. അതിലും പഴയ ക്രിസ്മസ് ഗാനങ്ങളൊക്കെ ലോകത്തിലുണ്ട്. പാട്ടിന്റെ ഇംഗ്ലീഷ് വരികളാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതം. പക്ഷെ ആദ്യമായിട്ട് ഈ ഗാനം എഴുതപ്പെട്ടത് ജർമ്മൻ ഭാഷയിലാണ്. 1818 ഓസ്ട്രിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് ഓബൻഡോർഫ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലെ ഒരു കുഞ്ഞു പുതിയ ഇടവക പള്ളിയിലാണ് ആദ്യമായിട്ട് സൈലന്റ് നൈറ്റ് ആലപിക്കപ്പെട്ടത്. ഫാദർ ജോസഫ് മോർ ആ പുതിയ ഇടവക പള്ളിയിലെ കൊച്ചച്ഛനായിട്ട് യുവാവായ ജോസഫ് മോർ എത്തി. പക്ഷെ അദ്ദേഹം 2 വർഷം മുന്നേ അദ്ദേഹത്തിന്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന വരികളാണ് സൈലന്റ് നൈറ്റ്. അപ്പോൾ ആ ഒരു 1818 അദ്ദേഹം ക്രിസ്മസ് കാലത്തിന് മുൻപ് തന്നെ അവിടെ എത്തി. ആ സമയത്തൊരു ആ ചാപ്പലിന്റെ മുമ്പിൽ ഒരു സാൽസ് ബാക്ക് എന്ന് പറയുന്ന ഒരു നദി, പ്രശാന്തമായിട്ട് ഒഴുകുന്ന നദി, അത് കരകവിഞ്ഞൊഴുകി പള്ളിക്ക് ഒരുപാട് കേടുപാടുകൾ പറ്റി. ആ പ്രളയത്തില് അതിനകത്തുള്ള ചർച്ച് ഓർഗൺ കേടായിപ്പോയി. അന്നത്തെ കാലത്ത് ചർച്ച് ഓർഗൺ ആണ് കൊയറിലെ ഏക ഇൻസ്ട്രുമെന്റ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ പാട്ട് അന്നത്തെ പാതിര കുർബാനക്ക് പാടണമെന്നായിരുന്നു. പക്ഷേ അന്നത്തെ നിയമം അനുസരിച്ച് പള്ളിയിൽ ഗിറ്റാർ പറ്റില്ല, ഓൺലി ചർച്ച് ഓർഗൻ, വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം പറ്റുള്ളായിരുന്നു. അപ്പോൾ അദ്ദേഹം കുർബാനക്ക് ശേഷം എല്ലാവരും പിരിയുന്നതിന് മുന്നേ കേക്കും വൈനൊക്കെ കഴിച്ചു നിൽക്കുന്ന സമയത്ത് ഇത് പാടാമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്തു. അന്ന് രാത്രി ഇത് മനോഹരമായിട്ട് 2 പേര് ചേർന്ന്, ജോസഫ് മോർ അച്ഛൻ തന്നെ അത് ഗിറ്റാറും വായിച്ച് അതന്ന് ജനങ്ങള് ഫുൾ ഏറ്റുപാടി എന്നുള്ളതാണ്. സത്യത്തിൽ ഒരു ഒറ്റ രാത്രി മാത്രം ആയുസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന പാട്ടാണ് സൈലന്റ് നൈറ്റ്. അത്രയ്ക്കൊരു ഇടുങ്ങിയ ഒരു സ്ഥലത്ത് ഒരു ചെറിയ രീതിയിൽ ആലപിക്കപ്പെട്ട ഗാനം. പക്ഷേ
ഈ പള്ളിയിൽ രസകരം എന്ന് പറയുന്നത്, ഈ പള്ളിയിലെ ഓർഗൻ നന്നാക്കാനായിട്ട് മൊറാഹർ എന്ന് പറയുന്ന ഒരു മെക്കാനിക് എത്തി. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു ഫയർ കണ്ടക്ടറാണ്. അദ്ദേഹം വന്നപ്പോൾ ഈ പാട്ട് കേട്ടു, ഇതിന്റെ സ്റ്റഫ് നോട്ടേഷൻ എഴുതിയ പേപ്പറും കണ്ടു. അദ്ദേഹം ഈ പേപ്പറും കൊണ്ട് അദ്ദേഹത്തിന്റെ സിറ്റിയിലേക്ക് പോയി അവിടെയുള്ള ക്വയറിന് പാടാൻ കൊടുത്തു. അതങ്ങനെ കൈമാറി 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 ജോസഫ് മോർ അച്ഛൻ അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല, ഒരുപാട് പേര് ഈ ഗാനം ആലപിച്ചു തുടങ്ങി. 1839 റൈനർ ഫാമിലി സിംഗേഴ്സ് ആണ് ഈ ഗാനം അമേരിക്കയിൽ എത്തിച്ചത്. 1800കളുടെ മധ്യത്തോടുകൂടെ യൂറോപ്പിലെ പല രാജാക്കന്മാരുടെയും രാജസദസ്സുകളിലെ ഫേവറേറ്റ് സോങ് ആയിരുന്നു സൈലന്റ് നൈറ്റ്. സാൽസാക്ക് നദി വീണ്ടും കരകവിഞ്ഞൊഴുകി പലതവണ. സൈലന്റ് നൈറ്റ് ആദ്യമായിട്ട് ആലപിക്കപ്പെട്ട ആ ചാപ്പല് അത് പൊളിഞ്ഞുപോയി. ഇന്നവിടെ ഒരു സൈലന്റ് നൈറ്റ് ചാപ്പൽ എന്ന് പറഞ്ഞൊരു ചാപ്പൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പാട്ട് കാലത്തെ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ജോസഫ് മോർ വളരെ ചെറുതായിട്ട് അദ്ദേഹം കടന്നുപോയ സ്ട്രഗിൾ ഉണ്ട്. ഒരു പുതിയ പള്ളിയിൽ പുതിയ അച്ഛൻ, ഒരുപാട് നഷ്ടങ്ങൾ, യുദ്ധത്തിന്റെ അന്തരീക്ഷം, അദ്ദേഹത്തിന്റെ സഹനങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു സൈലന്റ് നൈറ്റ്. റോമിയുടെ ഒരു കോട്ടുണ്ട്, ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ വോൺസ്. പ്രകാശം വരുന്നത് മുറിവുകളിലൂടെയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ മുറിവുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരാണ്. പക്ഷെ അതൊക്കെ പ്രകാശം കടന്നു വരുന്ന വഴികളായിട്ട് കാലം മാറ്റുമെന്ന് നമ്മൾ മറക്കണ്ട. സൈലന്റ് നൈറ്റിന്റെ ഒരു ഹിസ്റ്ററി അതിന് നിങ്ങളെ സഹായിക്കും. ഞാൻ കാർമൽഗിരിയിൽ തിയോളജി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രൊഫസറായിരുന്നു ഫാദർ ജസ്റ്റിൻ പനക്കൽ OCD. അച്ഛൻ മരിയോളജിയിൽ ഡോക്ടറേറ്റ് ഉള്ള അച്ഛനാണ്. അച്ഛനപ്പോൾ നല്ലൊരു മ്യൂസീഷ്യനാണ്. അച്ഛൻ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ കമ്പോസ് ചെയ്ത ഒരു അച്ഛനാണ്. അച്ഛനപ്പോൾ എപ്പോഴും അച്ഛൻ്റെ രസകരമായിട്ടുള്ള മ്യൂസിക്കൽ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കാറുണ്ട്. അതിലൊന്ന് 1978 അച്ഛൻ അവിടെ മംഗലപ്പുഴയിൽ പ്രൊഫസറാണ്. അറ്റ് ദ സെയിം ടൈം അച്ഛനെ കുവൈത്തിലുള്ള ബിഷപ്പ് സാൻ മിഗ്വേല് അച്ഛനെ ഇൻവൈറ്റ് ചെയ്തു. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ള മലയാളികളെ ധ്യാനിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. ആ സമയത്ത് ജസ്റ്റിൻ അച്ഛൻ ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദമാധുര്യത്തെയും കഴിവിനെയൊക്കെ ഇങ്ങനെ വർണ്ണിച്ച് അവിടെ അന്ന് പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയി. അച്ഛൻ യേശുദാസിന്റെ കഴിവിനെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്തു. ആ കഴിവ് അംഗീകരിക്കപ്പെടേണ്ടതാണെന്ന് അച്ഛൻ അന്ന് അവിടെ പറഞ്ഞു. യാദൃശ്ചികമായിട്ട് യേശുദാസ് 3-4 ദിവസങ്ങൾക്ക് ശേഷം കുവൈറ്റിൽ പ്രോഗ്രാമിന് വന്ന് എയർപോർട്ടിൽ എത്തിയപ്പോൾ തന്നെ അച്ഛൻ്റെ ടോക്ക് അറ്റൻഡ് ചെയ്തിരുന്ന ഒരു മനുഷ്യൻ ദാസാറിനോട് ഇത് അറിയിച്ചു. ഇങ്ങനെ ഒരു വൈദികൻ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു എന്ന് പറഞ്ഞു. ദാസാറ് ഒരു വലിയ മീറ്റിങ്ങിലേക്ക് അച്ഛനെ ഇൻവൈറ്റ് ചെയ്തു. അച്ഛനുമായിട്ട് ഒരുപാട് നേരം സംസാരിച്ചു. പിരിയുന്ന സമയത്ത് ജസ്റ്റിൻ അച്ഛൻ വളരെ സരസമായിട്ട് ദാസാറിനോട് ചോദിച്ചു, എന്തെങ്കിലും ഒരു പാട്ട് ഞാൻ ചെയ്താൽ പാടുമോ എന്ന് ചോദിച്ചു. ദാസാറ് പറഞ്ഞു, തീർച്ചയായിട്ടും പാടും, അച്ഛൻ്റെ സമയത്തിനനുസരിച്ച് ഞാൻ വന്ന് പാടിയിരിക്കും. അങ്ങനെ ഒരു ഉറപ്പ് നൽകി. അച്ഛൻ തിരിച്ച് സെമിനാരിയിൽ വന്നു. സെമിനാരിക്കാരോട് ഈ കഥകളൊക്കെ ക്ലാസ് ടൈമിൽ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദാസാർ ഇങ്ങനെ പാടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കപ്പോൾ കുറച്ച് വരികൾ വേണം പാട്ടാക്കാനായിട്ട്. ഒരു ആൽബത്തിൽ 12 പാട്ടുകളാണല്ലോ അന്ന് തരങ്കിണിയുടെ ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ 12 വരികളാണ് വേണ്ടത്. പക്ഷെ അച്ഛൻ ആ ഒരു ദിവസം തന്നെ 120ഓളം ഗാനങ്ങളാണ് കിട്ടിയത്. അതിൽ നിന്ന് ഭേദപ്പെട്ട 12 എണ്ണം അച്ഛൻ സെലക്ട് ചെയ്തു. അതിൽ ബ്രദർ ജോസഫ് പാറാങ്കുഴി എന്ന അച്ഛനാണ് നെയ്യാറ്റിൻകര രൂപതയിൽ. അച്ഛൻ എഴുതിയ ഒരു വരികൾ വളരെ ഒരു ക്രിസ്മസ് ഗാനമായിരുന്നു. അത് വളരെ സ്പെഷ്യലായിട്ട് ജസ്റ്റിൻ അച്ഛന് ഫീൽ ചെയ്തു. അങ്ങനെ ജസ്റ്റിൻ അച്ഛൻ ഈ പാട്ട് കമ്പോസ് ചെയ്യാനായിട്ട് ദിവസങ്ങളെടുത്തു. അച്ഛൻ ഈ പാട്ടിൻ്റെ വരികളുമായിട്ട് ഒരു ഈശോയുടെ രൂപത്തിൻ്റെ മുമ്പിൽ പോയിരിക്കും. ഒപ്പം ക്രിസ്മസ് പാട്ടായതുകൊണ്ട് ഒരു ക്രിസ്മസ് കാർഡും അച്ഛനെടുത്ത് വെക്കുമായിരുന്നു. അതിൽ ഉണ്ണിയുണ്ട്, യൗസേപ്പുണ്ട്, മറിയുണ്ട്, മാലാഖമാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ നോക്കി മണിക്കൂറുകളോളം പ്രാർത്ഥനയിൽ ഇരുന്നു കൊണ്ടാണ് അച്ഛൻ ആ പാട്ട് കമ്പോസ് ചെയ്തത്. കമ്പോസ് ചെയ്തിട്ട് അദ്ദേഹം ഈ പാട്ടും കൊണ്ട് ഓർക്കസ്ട്രേഷന് മുന്നേ പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ അടുത്ത് പോയി അദ്ദേഹത്തെ കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛ ഈ പാട്ട് കളഞ്ഞേക്ക്, ഇതൊന്നിനും കൊള്ളൂല, ഇതൊരു പാന വായിക്കണ പോലെ ഉണ്ട്, ഒരു സുഖമില്ലാത്ത പാട്ട്, ഇതങ്ങോട്ട് കളഞ്ഞേക്കെന്ന് പറഞ്ഞ് അച്ഛനത് വലിയ വിഷമമായി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ
വലിയ ദുഃഖത്തോടു കൂടിയാണ് പിറ്റേന്ന് ക്ലാസ്സിലേക്ക് കയറി ചെന്നത്. അപ്പോൾ പിള്ളേര് ചോദിച്ചു, എന്താണ് അച്ഛാ അച്ഛൻ്റെ മുഖത്തൊരു വിഷമം? അച്ഛൻ വളരെ സത്യസന്ധനാണ്. അച്ഛൻ എല്ലാ കാര്യങ്ങളും അതേപടി പറഞ്ഞു. ഇങ്ങനെ ഒരു മ്യൂസിക് ഡയറക്ടർ ചെറിയൊരു പരിഹാസത്തോടു കൂടെ ഈ പാട്ട്, പിള്ളേര് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് ആ പാട്ട് കേൾക്കണമല്ലോ. അച്ഛൻ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ക്ലാസ്സിൽ ആ പാട്ട് പാടി. പൈതലാ യേശുവേ. ഇത് ഹിറ്റാകുമെന്ന് പിള്ളേര് ബഹളം വെച്ച് ആവർത്തിച്ച് പറഞ്ഞു. ഇത് പാടാനായിട്ട് യേശുദാസ് സാറ് ചിത്രയെയാണ് അച്ഛൻ അറേഞ്ച് ചെയ്ത് കൊടുത്തത്. ചിത്ര എന്നൊരു കൗമാരക്കാരിയായിട്ടുള്ള സിംഗറാണ്, തുടക്കക്കാരിയാണ്, അക്രൈസ്തവയാണ്. അപ്പൊ ചിത്ര വളരെ ഭവ്യതയോടുകൂടി അച്ഛനോട് പറയുന്നുണ്ട്, എന്താണ് ഇതിന്റെ അർത്ഥം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ പറഞ്ഞു, നിന്റെ ഈ പ്രായത്തില് മറിയം എന്നുള്ള ഒരു സ്ത്രീ പ്രസവിച്ചു, ആ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു ഗാനമാണ്. അച്ഛൻ പറയുവാണ്, 1 മണിക്കൂറോളം റെക്കോർഡിങ്ങിന് ഗ്യാപ്പിൽ അച്ഛൻ നോക്കിയപ്പോൾ ചിത്ര കണ്ണടച്ച് തപസ്സിരിക്കുന്നത് പോലെ ഇരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം ഒരൊറ്റ ടേക്കില് എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് മലയാളത്തിന്റെ സൈലന്റ് നൈറ്റ് അന്നവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. മലയാളത്തിന്റെ സൈലന്റ് നൈറ്റ് ആണ് പൈതലാം യേശുവേ. യസ്നച്ചൻ കടന്നുപോയ ആക്ഷേപങ്ങള്, പാട്ടിന്റെ പിറകിൽ അച്ഛൻ സഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒരു പ്രോഡക്റ്റ് ആണ് പൈതലാം യേശുവേ എന്ന് എല്ലാവർക്കും അറിയാവുന്ന ആ പാട്ട് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കോട്ട് മറക്കാതിരിക്കാം. ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ വൂണ്ട്സ്. വൂണ്ടുകൾ ചെറുതും വലുതും ആയിക്കോട്ടെ, അതിൽ നിന്നൊക്കെ പ്രകാശം താനെ പുറപ്പെടും. ഇന്ന് അച്ഛന് 90 വയസ്സായി. ഇന്നും അച്ഛൻ അറിയപ്പെടുന്നത് അച്ഛന് കിട്ടിയ ഡോക്ടറേറ്റും പഠനങ്ങളുടെയും അവാർഡുകളുടെയും പേരിലൊന്നും അല്ല. പൈതലാം യേശുവിൻ്റെ അച്ഛനെന്ന് പറഞ്ഞാണ്. ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ വൂണ്ട്സ്. നിങ്ങളുടെ മുറിവുകളിൽ നിന്ന് പ്രകാശം വരും. ഈ പുൽക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ മറിയം, ജോസഫ്, ഈ 2 പേരുടെ മുറിവുകളുടെയും സഹനങ്ങളുടെയും പ്രകാശമാണ് ഉണ്ണി. പുൽക്കൂട് ഈ മെസ്സേജാണ് നമുക്ക് നൽകുന്നത്. 2 ക്രിസ്മസ് ഗാനങ്ങളിലൂടെ നമ്മൾ ഈ ഒരു വലിയ സന്ദേശം നമ്മൾ ഗ്രഹിക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തുകയായിരുന്നു. നമുക്ക് നമ്മുടെ ആ മലയാളത്തിൻ്റെ സൈലന്റ് നൈറ്റ് നമുക്കൊന്ന് ധ്യാനാത്മകമായിട്ടൊന്ന് കേൾക്കാം. ുണർത്തിയ
എത്രയും സ്നേഹം നിറഞ്ഞവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിലായിരിക്കും, ഓരോ മുറിവുകളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരായിരിക്കും. പുൽക്കൂട്ടിലേക്ക് നോക്കി നമുക്ക് ആശ്വസിക്കാം, പ്രതീക്ഷിക്കാം. നിങ്ങളുടെയൊക്കെ മുറിവുകൾ പ്രകാശം വരുത്തുന്ന അത്ഭുതമായിട്ട് ഈശോ മാറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഭക്ത്യാവണങ്ങുക സാഷ്ടാംഗം വീണുന ഏറ്റം മഹത്താമി കൂദാശയെ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ ഇന്ദ്രിയങ്ങൾ കീഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദേവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും പാവനാത്മാവിനും ഔവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദും തികഞ്ഞൊരപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായ ഈ കൂദാശ ഞങ്ങൾക്കങ്ങ് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം തന്നരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.